നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും സയൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലും 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2022 സ്വീഡനാണ് ആതിഥേയത്വം വഹിച്ചത്. 2022 സ്വീഡൻ. ഈ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കും. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി, only one earth. ഒരേ ഒരു ഭൂമി, only one earth എന്നതായിരുന്നു 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതിന്റെ ക്യാമ്പയിൻ ആയിരുന്നു എന്ത്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക എന്നുള്ളത്. ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് എന്നതാണ്. മലയാളം: ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. മലയാളം ഓർത്തിരിക്കാം. ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2023 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, 2022 ഒരേ ഒരു ഭൂമി, only one earth. ലോക പരിസ്ഥിതി ദിനം എന്ന ജൂൺ മാസം 5 ലോക പരിസ്ഥിതി ദിനം. 1973 മുതലാണ് പരിസ്ഥിതി ദിനാഘോഷം ആചരിക്കാൻ ആരംഭിച്ചത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണേ. ഇനി 2022 ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കോട്ട് ഡി ഐവറി ആണ്. കോട്ട് ഡി ഐവറി അല്ലെങ്കിൽ നെതർലൻഡ്. കോട്ട് ഡി ഐവറി ആണ് 2023 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2024 സൗദി അറേബ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഏത് സംഘടനയാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ 10ഓളം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ തുടങ്ങാനിരിക്കെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട്, LDC പരീക്ഷയ്ക്ക് വേണ്ടി ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് SCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി ഡിസംബർ മാസം 31 വരെ ഉണ്ട്. അപ്പോൾ LDC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ വർഷം വരുന്ന ഏതൊരു പരീക്ഷയായാലും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. 999 രൂപയാണ് ഡിസംബർ 31 വരെയുള്ള ഫീസ്. ആകെ അത്ര ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഇനി വരുന്ന LDC ആവട്ടെ, LGS ആവട്ടെ, സെക്രട്ടേറിയറ്റ് OA ആവട്ടെ, അപ്പോൾ ഈ ഒരു കാലയളവിൽ വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വളരെ ഡീപ്പായിട്ട് എടുത്ത് ആ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബം ആയിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഓർക്കുക. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മിഥ്യാപ്രതിബിംബമാണെന്ന് പറഞ്ഞു. മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. വസ്തുവിനേക്കാൾ ചെറുത്, മിഥ്യ, നിവർന്നത്.
അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഇത് 3 ഓർത്തിരിക്കുക. മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്. ഇനി വസ്തുവിന്റെ സ്ഥാനം കോൺവെക്സ് ദർപ്പണത്തിന് മുൻപിൽ എവിടെയായിരുന്നാലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും എവിടെയായിരിക്കും? വസ്തുവിന്റെ സ്ഥാനം കോൺവെക്സ് ദർപ്പണത്തിന് മുൻപിൽ എവിടെയായിരുന്നാലും പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും. പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും എന്ത്? പ്രതിബിംബത്തിന്റെ സ്ഥാനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം എന്താണ്? പാസ്കൽ നിയമമാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം എന്താ? പാസ്കൽ നിയമം. എന്താ ഈ പാസ്കൽ നിയമം? ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം. അപ്പൊ ഈ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ? ഉദാഹരണങ്ങൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം, ഹൈഡ്രോളിക് പമ്പ്. അപ്പൊ ഹൈഡ്രോളിക് പമ്പ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം, എക്സ്കവേറ്റർ ഉണ്ടല്ലോ അതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര തത്വം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. പാസ്കൽ നിയമം ആവിഷ്കരിച്ച വ്യക്തി, ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്ലെയ്സ് പാസ്കൽ. ബ്ലെയ്സ് പാസ്കൽ ആണ് പാസ്കൽ നിയമം ആവിഷ്കരിച്ച വ്യക്തി. ഇവിടെ ഓപ്ഷൻ സി ബെർണൌളി നിയമമുണ്ട്. എന്താ ഈ ബെർണൌളി തത്വം? ബെർണൌളീസ് പ്രിൻസിപ്പിൾ. ഇത് വിശദീകരിച്ചത് ബെർണൌളി എന്ന ശാസ്ത്രജ്ഞനാണ്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്ന തത്വമാണ് ഏത്? ബെർണൌളീസ് പ്രിൻസിപ്പിൾ. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്ന തത്വമാണ് ബെർണൌളി തത്വം. ഈ ബെർണൌളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? കാറുകളുടെ എയറോഡൈനാമിക് ഘടന, വിമാനം പറന്നുയരുന്നത്, ഇതിലൊക്കെ ബെർണൌളിയുടെ നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ബോയിൽ നിയമം, ചാൾസ് നിയമം, ഇത് രണ്ടും വാതക നിയമങ്ങളാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും വാതക നിയമങ്ങളാണ്. എന്താ ഈ ബോയിൽ നിയമം? വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. ഈ ബോയിൽ നിയമപ്രകാരം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് ബോയിൽ നിയമം. അത് ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിൽ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും എന്തായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. ചാൾസ് നിയമം എന്താണ്? അതും വാതക നിയമമാണ്. ജാക്വസ് ചാൾസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്ന നിയമമാണ് ഏത്? ചാൾസ് നിയമം. ഇവിടെ മർദ്ദം സ്ഥിരമായിരിക്കും, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞേക്കുന്നത്. നേർ അനുപാതത്തിലായിരിക്കും. ബോയിൽ നിയമം എന്ന് പറയുമ്പം താപനില സ്ഥിരമായിരിക്കും, അപ്പം മാസും മർദ്ദവും എന്തായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയിരിക്കുക. അടുത്ത ചോദ്യം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങാണ് ഉത്തരം. 4 മടങ്ങ്. അപ്പൊ ഇവ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? എഫ് ഇസ് ഈക്വൽ ടു gm1 m2 by d² എന്ന ഇക്വേഷൻ വെച്ചാണ് ഇത് ചെയ്യാനുള്ളത്. F is equal to gm1 m2 divided by d². അതിലെ F എന്താണ്, G എന്താണ്, m1 എന്താണ്, m2 എന്താണ്, d² എന്താണ്? F എന്ന് പറയുന്നത് ആ ഫോഴ്സ് ആണ്, അതായത് ഗുരുത്വാകർഷണ ബലം. ആ ഫോഴ്സ് ആണ് F. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയും. ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് ക്യാപിറ്റൽ G. m1ഉം m2ഉം, m1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വസ്തുവിന്റെ മാസ്,
m2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്, d എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് d. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയായാൽ, അതായത് ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് പകുതിയായാൽ എന്ന് വെച്ചാൽ d എന്ന് വെച്ചാൽ എന്തായാൽ d/2 ആയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം Fന് എന്ത് സംഭവിക്കും? അപ്പോൾ F = G(m1m2/d²) അല്ലേ. അപ്പോൾ ഇതിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, ഡിയിലാണ് വ്യത്യാസം വന്നത്. d എന്ന് പറയുന്നത് d/2 ആയി. അപ്പോൾ F എന്ന് പറയുന്നത് 1 ഇവിടെ ഇതിനെ എല്ലാത്തിനെയും 1 എന്ന് എടുക്കാം, 1/d/2 എന്ന് വരും. അപ്പോൾ d/2 എന്ന് പറയുമ്പോഴത്തേക്കും d²/4 ആകുമ്പോഴത്തേക്കും ഈ F എന്താകും? F 4 മടങ്ങാണ് ആകുന്നത്. അപ്പോൾ 1/d²/4 എന്ന് വരും. 1/d²/4 എന്ന് വെച്ചാൽ 4 × 1/d² എന്നല്ലേ മീനിങ്, 4 × 1/d². അപ്പോൾ ആ 1ന്റെ സ്ഥാനത്ത് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം, Gm1m2. അപ്പോൾ Gm1m2 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഈ Gm1m2 എന്ന് പറഞ്ഞാൽ എന്താണ്? F ആണ്. അപ്പോൾ എന്തായിട്ട് മാറും? 4F ആയിട്ട് മാറും. അപ്പോൾ എന്താ ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങാണ് ആകുന്നത്, 4 മടങ്ങ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. F = G(m1m2/d²) ആണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. SCERT-യിലുള്ളത് തന്നെയാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗം, അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീത അനുപാതം. നോക്ക്, F എന്ന് പറയുന്നത് ഡിയുടെ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഡിസ്റ്റൻസ് കുറയുമ്പോഴത്തേക്കും ഫോഴ്സ് കൂടണം. അതാണ് ഇവിടെ വന്നേക്കുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയായാൽ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഫോഴ്സ് എന്താകും? കൂടും. പക്ഷേ മാസിന് എന്താണ്? മാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് എന്തായിരിക്കും? വിപരീത അനുപാതത്തിലുമായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. സാർവിക ഗുരുത്വാകർഷണ നിയമം. അപ്പോൾ പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കൾ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇരട്ടിയാകും. കാരണം ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലേ. അപ്പോൾ m1 എന്ന് പറയുന്നത് 2m1 ആയി എന്നിരിക്കട്ടെ, ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ അപ്പോഴും ഫോഴ്സ് എന്താകും? 2 മടങ്ങാകും. ഇനി രണ്ട് വസ്തുക്കളുടെ മാസ് ഇരട്ടിയാക്കിയാൽ രണ്ട് വസ്തുക്കളുടെയും, അതായത് m1ന്റെയും 2m1 ആയി, m2ന്റെയും 2m2 ആയി കഴിഞ്ഞാൽ എത്ര മൊത്തത്തിൽ എന്താ വ്യത്യാസം വരുന്നത്? 4 മടങ്ങാകും. അതായത് ആകർഷണ ബലം 4 മടങ്ങായിട്ട് മാറും. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ISROയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഗഗൻയാൻ ആണ്. ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനായുള്ള ISRO പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏത്? GSLV Mark 3. GSLV Mark 3 ആണ് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യ. ഗഗൻയാൻ പദ്ധതി വിജയിച്ചാൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന എത്രാമത്തെ രാജ്യമാകും ഇന്ത്യ? 4ാമത്തെ രാജ്യം. ഇതിനു മുന്നേ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളൊക്കെ തന്നെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. റഷ്യ. ഇനി ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറിന്റെ പേരെന്ത്? ഡോക്ടർ ആർ ഹട്ടൻ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ. ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ VR ലളിതാംബിക. ഡോക്ടർ VR ലളിതാംബികയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ. ഇനി ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരാണ്? അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. ഈ ഗഗൻയാൻ യാത്രയിൽ പോകുന്ന യാത്രികരിൽ ഉള്ള മലയാളിയുടെ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ. തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്.
ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീന്റെ മുൻവർഷ ചോദ്യങ്ങൾ PSC ചോദിക്കാറുള്ളത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. സ്റ്റീഫൻ ഹോക്കിംഗ് മഹാവിസ്ഫോടനത്തെയും തമോഗർത്തത്തെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് പ്രശസ്തനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഇനി കാൾ സാഗനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ ഗ്രഹത്തിലാണ് കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലിഥിയം Li37 ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? Li37 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ്. ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പറും 3 ആയിരിക്കും, പ്രോട്ടോണിന്റെ നമ്പറും 3 ആയിരിക്കും. ഇനി ഇവിടെ മോളിൽ എഴുതിയേക്കുന്ന 7 മാസ് നമ്പർ ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ നമ്പറും 3 ആണ്, പ്രോട്ടോണിന്റെ നമ്പറും 3 ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബിയും ഡിയും 3 ഇലക്ട്രോൺ 3 പ്രോട്ടോൺ എന്നുണ്ട്. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കൂടി കണ്ടുപിടിക്കണം. ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. മാസ് നമ്പർ 7, അറ്റോമിക് നമ്പർ 3. അപ്പോൾ 7 മൈനസ് 3 എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 ന്യൂട്രോൺ ഉള്ള ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ നമ്പർ. ലിഥിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് PSC ചോദിക്കാറുണ്ട്. ഏറ്റവും ലഘുവായ ലോഹമാണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹവും ലിഥിയമാണ്. ഏറ്റവും ലഘുവായ ലോഹം, മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം, ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം, ഇതൊക്കെ ലിഥിയമാണ്. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ്. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അത് തന്നെയാണ് പ്രോട്ടോണിന്റെ നമ്പർ, അത് തന്നെയാണ് ഇലക്ട്രോണിന്റെ നമ്പർ. മാസ് നമ്പർ ഈ മോളിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്റെ നമ്പർ കിട്ടും? ന്യൂട്രോണിന്റെ നമ്പർ കിട്ടും. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ വരാനിരിക്കെ ഒരു റിവിഷൻ എന്നോണം ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.